ഇത് ഡോക്ടർ മൈഥിലിക്ക് ഒട്ടും ചേരുന്ന രീതിയല്ലല്ലോ. എന്തുപറ്റി? വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ആഭരണ കളക്ഷനും ഡ്രസ് കളക്ഷനും ഒക്കെ കാണിച്ചു കൊടുക്കുന്നത് പൊങ്ങച്ചുള്ള സ്ത്രീകളുടെ സ്വഭാവമല്ലേ? ഞാൻ കേട്ടറിഞ്ഞ ഡോക്ടർ മൈഥിലിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതേ പ്രദർശനത്തിന് വെച്ചതല്ല. ഈ ആഭരണങ്ങളില് സ്നേഹയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണെടുത്തു. അതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ചേച്ചിയുടെ വീടെന്നും പറഞ്ഞിട്ടല്ലേ വന്നത്. എന്നിട്ടൊരു ഗിഫ്റ്റും ഇല്ലാതെ തിരിച്ചു പോകാൻ പാടുണ്ടോ? നോക്കൂട്ടി, സത്യമായിട്ടും എനിക്ക് വേണ്ട. ഏതെങ്കിലും ഒന്ന് തന്നു വിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമാവും. എന്റെ കൂടപ്പറപ്പിന്റെ പെണ്ണല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ സെലക്ട് ചെയ്യാം. ഇതൊക്കെ വളരെ വിലപിടിച്ച ആഭരണങ്ങളാ. അതൊക്കെ വെറുതെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാ അതിന്റെ നഷ്ടം ഞാൻ അങ്ങോട്ട് സഹിച്ചോളാം. ഇത് കൊള്ളാം, നിനക്ക് നന്നായിട്ട് ചേരും. നല്ല ഭംഗിയുണ്ട്. എന്താ? ഒരുപാട് അതിർവരമ്പുകൾ വരച്ചിട്ടാ ആരും ഡോക്ടർ മൈഥിലി എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. പക്ഷെ നിങ്ങളുണ്ടല്ലോ, അതൊക്കെ അങ്ങ് മായ്ച്ചു കളഞ്ഞിട്ട് മനുഷ്യനെ വല്ലാതെ അങ്ങ് പിടിച്ചടുപ്പിക്കുക. ഇതെങ്ങനെ കഴിയുന്നേ? ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ, കണ്ടുപിടിക്കാൻ നോക്ക്. എനിവേ താങ്ക്സ്. എനിക്ക് വലിയൊരു കൂട്ടായി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നാ ഞാൻ ചിലപ്പോ നേരെ ഇങ്ങോട്ട് പോരും കേട്ടോ. അടുത്തിരിക്കും. യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക്സ്. മോളെ യാമി, യാമി കേറിട്ട് പോ. വാടാ. ഞാനില്ല, എനിക്ക് വീട്ടിൽ പോണം. വാ മോനെ. എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്. എന്നാ നീ നടന്നോ. വാ. നിനക്ക് വിശക്കുന്നുണ്ടോ? ഞങ്ങളൊരു പപ്സ് കഴിച്ചു. വലിയ വിശപ്പൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും എടുത്തോ. ജ്യൂസ് മതിയല്ലോ, അതോ ചായ ഇടണോ? ജ്യൂസ് മതി ആന്റി. അച്ഛനെന്താ മോളെ അന്ന് അങ്ങനെ പറഞ്ഞത്? ഐ ഡോണ്ട് നോ. ആന്റി അച്ഛനോട് ചോദിച്ചോ? ഇല്ല. അച്ഛൻ പോയിട്ട് മോളെ വിളിച്ചില്ലേ? വിളിച്ചു. അപ്പൊ ചോദിച്ചില്ലേ? ഏയ്, അച്ഛൻ ബിസിനസ് ടൂർ പോയിരിക്കല്ലേ, അതിനിടയിൽ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയില്ല ആന്റി. അച്ഛൻ പോയിട്ട് എന്നെ വിളിച്ചു, അപ്പൂപ്പനെ അമ്മൂമ്മയും വിളിച്ചു, അമ്മയെ വിളിച്ചില്ല. അമ്മയെ മാത്രം വിളിച്ചില്ലേ? അപ്പോ ഇത് സീരിയസ് ആണോ? അച്ഛൻ വരുമ്പോ ആന്റി ചോദിച്ചു നോക്കും, ആന്റിയോട് പറയും. അച്ഛൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് മോളോടല്ലേ? നിങ്ങൾ നല്ല കമ്പനിയല്ലേ?
ഞാൻ കരുതി മോൾക്ക് സത്യം അറിയാന്ന്. അച്ഛൻ വരട്ടെ, ഞാൻ ചോദിച്ചു നോക്കാം. ഉം. സത്യമാണെങ്കിൽ ആന്റി ഹാപ്പി ആയിരിക്കോ? ഒറ്റ അടി എന്നാലുണ്ടല്ലോ, ഞാനെന്തിനാ ഹാപ്പി ആയിരിക്കുന്നേ? നിങ്ങളുടെ കുടുംബത്ത് അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാ. കേട്ട നിമിഷം മുതല് ഞാൻ അതാ പ്രാർത്ഥിക്കുന്നത്. ഒരു കുടുംബമായിട്ട് നിങ്ങളെ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. ഹലോ, താൻ ചേച്ചിയുടെ അടുത്ത് തന്നെയാണോ? അതോ ഇറങ്ങിയോ? ഇറങ്ങിയിട്ടില്ല. എല്ലാരും നിർബന്ധിക്ക. ഞാനൊരു ദിവസം നിന്നാലോ എന്ന് കരുതുക. ഏയ്, അതൊന്നും വേണ്ട. ഇറങ്ങി. ഞാൻ ഇറങ്ങി മിസ്റ്റർ. ഞാൻ വഴിയിൽ നിൽക്കുക. താൻ ആ വീട് മൊത്തം കൊളവാക്കി കാണുമല്ലേ? ആ വീട് അങ്ങനെ ആർക്കും കൊളാക്കാനൊന്നും പറ്റില്ല. അതങ്ങനെ സ്നേഹം കൊണ്ട് കെട്ടിപ്പൊതിഞ്ഞ് ബലം വെച്ചിരിക്ക. ഞാൻ ആദ്യം ഒരു സോറി പറയട്ടെ. എന്തിന്? ഡോക്ടർ മൈഥിലിയെ കുറിച്ച് അരുൺ വാ തോരാതെ സംസാരിക്കുമ്പോ ഞാൻ കരുതിയില്ല ആൾ ഇത്രയ്ക്ക് സ്വീറ്റ് ആണെന്ന്. എനിക്കാ തെറ്റിയത്. എന്തൊരു നല്ല ചേച്ചിയാ, എന്തൊരു കെയറാ. വെറുതെ അല്ല താൻ ഇത്ര അഡിക്റ്റ് ആയി പോയത്. ഇപ്പൊ മനസ്സിലായല്ലോ, സമ്മതിച്ചല്ലോ. എന്ത് പറയാനാ? അവരുടെ മനസ്സിലെ കാന്തം വല്ലതും ഉണ്ടോ? ഒരുമാതിരി വല്ലാതെ വലിച്ചടിപ്പിക്കുന്ന പോലെ. എനിക്കൊരു പ്രസന്റ് ഒക്കെ തന്നു. പ്രസന്റോ? എന്ത് പ്രസന്റ്? കുറെ ആഭരണ പെട്ടികൾ എടുത്തിട്ട് എന്റെ മുന്നിൽ കൊണ്ടുവച്ചു. പിന്നെ നിർബന്ധമായിരുന്നു എനിക്ക് എന്താ ഇഷ്ടം വെച്ചാ എടുത്തോളാൻ. ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു, സമ്മതിക്കണ്ടേ? അവസാനം ഒരു ക്യൂട്ട് നെക്ലസ് എടുത്ത് എന്റെ കഴുത്തിലിട്ട് തന്നു. കോളടിച്ചല്ലോ. ഈ മാലയ്ക്ക് എത്ര വില വരുന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിട്ട് തന്ന നിങ്ങളുടെ ചേച്ചി ഉണ്ടല്ലോ, അത് വിലമതിക്കാനാവാത്ത ഒന്നാ. ഞാൻ പറഞ്ഞില്ലേ അനാഥക്കുട്ടി ആയതുകൊണ്ട് വല്ലതും ഒട്ടിപ്പോയിന്ന്. അത് ശരിയല്ല കേട്ടോ. എനിക്കെല്ലാരും ഇല്ലേ, എന്നിട്ടും അതിനൊക്കെ മുകളിൽ ഒരാളെ കണ്ടതുപോലെയാ എനിക്ക് തോന്നുന്നത്. ഷീസ് ഗ്രേറ്റ്. എനിക്ക് ഏതായാലും സന്തോഷമായിടോ. അവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ പിടിച്ചോ തന്നെ? ഞാൻ ഇപ്പൊ തന്നെ അവിടുത്തെ ഒരു മരുമകളായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കല്യാണം കഴിയുന്നവരെ അവിടെ നിൽക്കാനാ ഓഫർ. എന്നിട്ട് താനത് സമ്മതിച്ചാണോ അല്ലേ? എവിടുന്ന്? നമുക്ക് നമ്മുടെ ഡിഗ്നിറ്റി കളയാൻ പറ്റോ? ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചിയെ കണ്ടോന്ന് ചോദിക്കട്ടെ? അതെ, താൻ ചേച്ചിന്നൊന്നും കയറി വിളിച്ചില്ലല്ലോ അല്ലേ? ഞാൻ വിളിച്ചു. എനിക്കെന്തിനാ ഒളിവിലും മറയിലിരുന്ന് ചേച്ചിന്ന് വിളിക്കേണ്ട ആവശ്യം? ഞാനേ മുഖത്ത് നോക്കി തന്നെ വിളിച്ചു. താൻ എന്താണോ കാണിച്ചത്? ചേച്ചിക്കത് വലിയ സന്തോഷായി. അതിന്റെ റിയാക്ഷൻ അറിയണമെങ്കിൽ നേരിൽ കാണുമ്പോ ഒന്ന് വിളിച്ചു നോക്ക്. അയ്യോ, ഞാനില്ല. ഞാൻ എത്ര സ്നേഹിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു 100 ഇരട്ടി ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ മാഡം, അത് മതി. അല്ല, ഇങ്ങോട്ട് വരുന്നില്ലേ? വരും. എത്തുന്ന കറക്റ്റ് ടൈം ഞാൻ വൈകിട്ട് വിളിച്ചു പറയാം. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഞാനേ നേരെ വീട്ടിലോട്ടാ. അവിടെ ഒന്ന് പതുക്കെ പ്രസന്റ് ചെയ്യണം. ഇപ്പോ ചേച്ചിയുടെ അടുത്തുനിന്ന് കിട്ടിയ ആവേശത്തില് അത് കുറച്ച് എളുപ്പമാ. പ്രശ്നം വല്ലതും ഉണ്ടാവോ? എന്നാ പിന്നെ ഡോക്ടർ മോള് ചാടിപ്പോയി എന്ന് അച്ഛൻ കേൾക്കേണ്ടി വരും. അത്ര തന്നെ. ശരി. ശരി. അപ്പൂപ്പ, അമ്മുമ്മേ, ഒന്ന് വേഗം വാ. ദേ അച്ഛൻ ലൈനിലുണ്ട്. ഹായ് അച്ഛാ. ഹായ്. ഹായ് മോളെ. യദു എവിടെ? ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. ഹായ്. ഏയ് യദുക്കുട്ടാ, എന്താണ് അച്ഛൻ ഇങ്ങോട്ട് പോന്നിട്ട് കോളൊന്നും കണ്ടില്ലല്ലോ? അവൻ എന്തിനാ അച്ഛനെ വിളിക്കുന്നേ? എന്നോടാ ചോദ്യം മുഴുവൻ. നിനക്ക് അച്ഛനോട് എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാ ചോദിക്കടാ. എന്താടാ? ഒന്നുമില്ല. അച്ഛനെപ്പോഴാ വരിക? എനിക്കിവിടെ ചെയ്തു തീർക്കാൻ കുറച്ചുകൂടെ ജോലിയുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ വരും. നീ എവിടെ ഇപ്പൊ എത്തി? അമ്മ എവിടെ മോളെ? അമ്മ ബാത്റൂമിലാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോടാ? ഇവിടുത്തെ കഴിപ്പൊക്കെ നമുക്ക് കണക്കാമേ. നിങ്ങളൊക്കെ കഴിച്ചോ? ഇല്ലടാ, നമ്മള് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. താനിത് എവിടെ പോയിരുന്നു മൈഥിലി? ഞാൻ ബാത്റൂമിലായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നിട്ടും ആകെ ഒരു സൈലൻസ് ആണല്ലോ.
താനിത് എവിടെ പോയിരുന്നു മൈഥിലി? ഞാൻ ബാത്റൂമിലായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നിട്ടും ആകെ ഒരു സൈലൻസ് ആണല്ലോ. എന്താ കാരണമെന്ന് നീ ഞങ്ങളോടാണോ ചോദിക്കുന്നത്? കാരണക്കാരൻ നീ തന്നെയല്ലേ? എന്ത് കളിയാടാ നീ കളിക്കുന്നേ? മോളെ വിളിച്ചു, ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു. മൈഥിലിയെ ഈ നേരമായിട്ട് നീ വിളിച്ചില്ലല്ലോ. അച്ഛാ, ഇവൻ നിന്നെ വിളിച്ചു എന്നാ നീ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ വാസ്തവതല്ലോ. ഇവൻ നിന്നെ വിളിച്ചില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. വീട്ടിലൊരു കനൽ കൊണ്ടുവന്നിടുക, എന്നിട്ട് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ഇരിക്കുക. നീ ഒന്ന് നോക്കിയേ, ആരുടെയെങ്കിലും കണ്ണിൽ വെളിച്ചമുണ്ടോ? മുഖത്ത് ജീവനുണ്ടോ? ദേ, അച്ഛനും അമ്മയും മക്കളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് കൊടുക്കുന്ന പല രീതികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സർപ്രൈസുകൾ ഇനി ആവർത്തിക്കണ്ട. എടാ, ഈ വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹിക്കുന്നവർക്കിടയിലേ അധികം ഘനമുള്ള വാക്കൊന്നും വേണമെന്നില്ല. തെറ്റിപ്പോകുന്ന ഒരു കുഞ്ഞു വാക്ക് മതി, ചിലപ്പോ ജീവൻ തന്നെ എടുത്തു കളയും. മതി അച്ഛാ. സാരംഗ്, ബിസിനസ് മീറ്റൊക്കെ കഴിഞ്ഞോ? ഓൾമോസ്റ്റ്. ഇവിടെ എല്ലാരും എന്തൊക്കെയോ ഭയന്നിരിക്കുക, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ഉള്ള കാര്യം പറയാലോ, എന്റെ മനസ്സിലിപ്പോഴും ആ പേടി കേറിയിട്ടില്ല. എന്താ കാരണം എന്നറിയോ? അച്ഛന്റെ അമ്മയുടെയും പൊന്നുമോന്റെ കുസൃതി വേറെ ആരെക്കാളും നന്നായിട്ട് എനിക്കാണല്ലോ അറിയാ. ഐ എം സോറി മൈഥിലി. നമ്മൾ തമ്മിൽ പിരിയുന്നു എന്ന് ഞാൻ പറഞ്ഞത് കളിവാക്കല്ല. ഐ എം സീരിയസ്. ഞാനും താനും തമ്മിൽ ഇനി ഒരുമിച്ച് പോവില്ല. എടാ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഐ എം സോറി അച്ഛാ, എന്റെ തീരുമാനമാണിത്. അച്ഛാ, ഞാൻ ഒന്നുകൂടി കണക്ട് ചെയ്യട്ടെ? വേണ്ട. മോളെ, ഞാൻ മുറിയിലേക്കൊന്ന് പോട്ടെ അമ്മേ. ഇനിയും ഇതവന്റെ തമാശയാണെന്നാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോ കാര്യങ്ങൾ വെളിവായില്ലേ? മൈഥിലി മോളത് പറഞ്ഞ് ആശ്വസിക്കുമ്പോ വല്ലാത്തൊരാശ്വാസം തോന്നി. മാത്രമല്ല, ആർക്കൊരു കാരണം പറയാനില്ലല്ലോ. ആ വിശ്വാസം തെറ്റാണ്. ആരുടെയോ ഭാഗത്ത് നിന്ന് എന്തോ ഒരു താളപ്പിഴ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെയൊക്കെ നടക്കുവോ? മക്കളോട് രണ്ടുപേരോടും ചോദിച്ചു. മൈഥിലിയോട് ചോദിക്കാവുന്നതിന്റെ പരമാവധിയായി. എന്തിന് ആ ജോലിക്കാരി പെണ്ണിനോട് പോലും? ആർക്കെങ്കിലും ഒരു സൂചന വേണ്ടേ? അതിന്റെ അർത്ഥം എന്താ? അവന്റെ ധിക്കാരം തന്നെ. അവൻ എന്താ കരുതിയിരിക്കുന്നേ? പണ്ടത്തെ കാലമാണെന്നാണോ? കുടുംബത്തിൽ ആണൊരാൾ ഒച്ച വെച്ച ബാക്കിയെല്ലാരും നിശബ്ദരായിരിക്കുന്ന? കാലം മാറിയിട്ടുണ്ട്. അത് മോനെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. താനിപ്പ എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിച്ചിട്ട് എന്താണോ കാര്യം? ഞാനിതിൽ എന്ത് ചെയ്യാനാ? വേറൊന്നും ചെയ്യാനില്ല. അവൻ വരുമ്പോ പിടിച്ചു മുമ്പിലിരുത്തുക. അവന്റെ മനസ്സില് എന്താ പ്രശ്നമെന്ന് ചോദിക്കുക. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാം. അല്ലെങ്കിൽ എന്താ? മോന് ഭ്രാന്താണെന്ന് കരുതുക. എന്നിട്ട് എവിടെയെങ്കിലും പിടിച്ച് പൂട്ടിയിടണം. ദേ, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ രണ്ടുപേരും കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ മൈഥിലിയുടെ അച്ഛനുണ്ട്. ആ മനുഷ്യന്റെ ചെവിയിലെങ്ങാനും ഇതെത്തിയാലുണ്ടല്ലോ, ഒരു കാറ്റ് മതി ആ മനുഷ്യനെ വീഴ്ത്താൻ. അപ്പോ ഇങ്ങനെ വീശിയടിക്കുന്നത് ഒരു കൊടുങ്കാറ്റാണെങ്കിലോ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. എനിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. ഈ കുടുംബത്ത് ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ മോനാണെങ്കിൽ ഞാനോ നിങ്ങളോ അവന്റെ കൂടെ നിൽക്കാൻ പാടില്ല. മൈഥിലി മോളുടെയും മക്കളുടെയും കൂടെ ആയിരിക്കണം നമ്മുടെ മനസ്സ്. കേട്ടല്ലോ? ആ,
അതത്ര തന്നെയുള്ളൂ. മരുമകളായിട്ട് വന്നു കയറിയവൾ പതുക്കെ പതുക്കെ മകളായി, പിന്നെ അതിനേക്കാളും പ്രിയപ്പെട്ടവളായി. ഒരു വാക്ക് പഴച്ചിട്ടില്ല, ഒരു നോട്ടം പഴച്ചിട്ടില്ല. ഇതിനേക്കാളും നന്നായിട്ട് ഒരു കുടുംബം എങ്ങനെയാണ് ഒരു പെണ്ണ് കൊണ്ടുപോകേണ്ടത്? തിരിച്ചു വരുന്നതിന് മുമ്പ് മനസ്സിലെന്തായാലും അവൻ തിരുത്തിയാ മതിയായിരുന്നു. ചേച്ചി, അമ്മ എവിടെ? അമ്മ മുറിയിലുണ്ട്. ചേച്ചി എന്താ അമ്മയുടെ അടുത്ത് ചെന്നിരിക്കാത്തെ? അമ്മ ഡോർ ലോക്ക് ചെയ്തിരിക്കല്ലേ. ചേച്ചി വാ, നമുക്ക് പോയി അമ്മയുടെ അടുത്തിരിക്കാം. എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്. പറ്റില്ല. അമ്മയ്ക്ക് സങ്കടം വരുമ്പോ നമ്മളല്ലേ അമ്മയുടെ കൂടെ ഇരിക്കേണ്ടത്. നീ ഇപ്പൊ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട. നിനക്ക് ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് തീർക്കാൻ നോക്ക്. എന്താടാ? എന്നോടെന്തിനാ കള്ളം പറഞ്ഞേ? അച്ഛൻ എന്തിനാ അങ്ങനെ പറഞ്ഞേന്ന് ഞാൻ പിന്നെയും ചോദിച്ചതല്ലേ. ഒന്നുമില്ല എന്ന് ചേച്ചി പറഞ്ഞിട്ട് അച്ഛനോട് ചേച്ചി എന്താ ചോദിക്കാതിരുന്നേ? അവിടെ നീയും ഉണ്ടായിരുന്നല്ലേ, നീ എന്താ ചോദിച്ചത്? മുതിർന്നവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണ്ടായിരുന്നു. നമ്മുടെ അച്ഛനും അമ്മയില്ലേ, പിന്നെന്താ? അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് നമ്മളെല്ലാവരും ഇഷ്ടമാണ്, നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അമ്മയെ ആര് കയറി വെച്ചാലും ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ വിളിക്കുമ്പോ ചേച്ചി പറഞ്ഞേക്ക്. നീ ഇതെങ്ങോട്ടാ? ഞാൻ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അടുത്ത് പോയിരുന്നോളാം. നീ ഇവിടെ ഇരുന്നോ? വേണ്ട വേണ്ട. വിവാഹ വാർഷികമാണ്. ഒരു കൂട്ടം സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരിടത്ത് വന്നു നിന്ന് കണ്ണും നോക്കി നിൽക്കാനാന്ന്. തനിക്ക് ബോറടിച്ചോ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോഴോ? നെവർ. എൻ്റെ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ കിട്ടുന്ന സമയം നിന്നോടും മക്കളോടും ഒപ്പം ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഇടയിൽ എപ്പോഴോ നമ്മുടെ സമയം നഷ്ടപ്പെടുന്നുണ്ട്. ഞാനും താനും മാത്രമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ ഒരു നഷ്ടം. അതിനി എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഭർത്താവ് ബിസിനസ്സിൽ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് കുതിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. സമയം തുച്ഛമാണ്, എന്നാലും കിട്ടുന്നത് വെച്ച് ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. എനിക്കറിയാം നമ്മുടെ ഫാമിലി താൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കുറച്ച് അസൂയുണ്ട്. തൻ്റെ ഈ തിരക്ക് പിടിച്ച ഡോക്ടർ ജീവിതത്തിനിടയിൽ എങ്ങനെ ഇതൊക്കെ കൃത്യമായിട്ട് എൻ്റെ കാര്യവും മക്കളുടെ കാര്യവും ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് എന്തെങ്കിലും ചാർട്ടുണ്ടോ തൻ്റെ മനസ്സിൽ? പിന്നെ കുടുംബം നോക്കാനൊക്കെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇപ്പോൾ ചാർട്ട് അയച്ചു തരും. ഒന്ന് പോകുന്നുണ്ടോ? എൻ്റെ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളുടെയും മനസ്സിലും ഒരു ചാർട്ട് ഉണ്ടാവും. അതനുസരിച്ചാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അതൊക്കെ വെറും കെട്ടിടങ്ങളായി പോവും, നിങ്ങൾ കെട്ടിപ്പോക്കുന്നത് പോലെ. കൊള്ളാം. ഈ അടുത്ത കാലത്തായിട്ട് ഹ്യൂമർ സെൻസ് ഒക്കെ ഇത്തിരി കൂടിയിട്ടുണ്ട്. പറ, ഈ ഒരു ചോദ്യം യൂഷ്വലാണ്. എന്നാലും മക്കളും മൈഥിലിയും ഹാപ്പിയാണോ?